കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഡൽഹി ചലോ മാർച്ച് ഇന്ന് പുനരാരംഭിക്കും. പഞ്ചാബ്, ഹരിയാന അതിർത്തികളായ ശംഭു, ഖനൌരി എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കി. ഡൽഹി അതിർത്തികളായ സിംഘു, ഗാസിപൂർ, തിക്രി എന്നിവിടങ്ങളിൽ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളും പലതവണ ചർച്ച നടത്തിയെങ്കിലും വിളകളുടെ കുറഞ്ഞ താങ്ങുവിലയുടെ നിയമസാധുത എന്നിവയടക്കം കർഷകർ മുന്നോട്ടുവച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല. ഫെബ്രുവരി 13 മുതലാണ് കർഷകർ ഡൽഹി ചലോ മാർച്ച് ആരംഭിച്ചത്. കർഷക സമരത്തിനിടെ പഞ്ചാബ് സ്വദേശിയായ യുവ കർഷകൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ശംഭുവിലും ഖനൌരിയിലും തമ്പടിച്ച് കർഷകർ പ്രതിഷേധിക്കുകയായിരുന്നു. മാർച്ച് 10 കർഷക സംഘടനകൾ ട്രെയിൻ തടയൽ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംയുക്ത കിസാൻ മോർച്ചയുടെ പൊളിറ്റിക്കൽ, നോൺ പൊളിറ്റിക്കൽ വിഭാഗങ്ങൾ, ഭാരതീയ കിസാൻ യൂണിയൻ, കിസാൻ മസ്ദൂർ സംഘർഷ് സമിതി തുടങ്ങിയ സംഘടനകളൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ ദേശീയവ്യാപക പ്രതിഷേധത്തിലാണ്. കർഷകരുടെ ഈ പ്രതിഷേധത്തെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കുന്നത്. കർഷക സംഘടനകളുടെ ഡൽഹി ചലോ മാർച്ച് കണക്കിലെടുത്ത് ഡൽഹി അതിർത്തികളായ സിംഘു, ഗാസിപൂർ, തിക്രി എന്നിവിടങ്ങളിൽ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. കർഷക മാർച്ച് ഡൽഹിയിലെത്തുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഡൽഹി പോലീസ് ഒരുക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.